ഹരിദാസ് കരുവള്ളൂരിൻ്റെ വിസ്മയവരമ്പിലൂടങ്ങനെ ബാലസാഹിത്യം 1-ാം ഭാഗം ആൾരൂപങ്ങൾ. കർട്ടൻ ഉയരുമ്പോൾ ഒരു എക്സിബിഷൻ ഹാൾ ദൃശ്യമാവുന്നു. ഹാളിൽ ഒരു പീഠത്തിന്മേൽ ഒരു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നു. പ്രതിമയ്ക്ക് ഉയരം വളരെ കുറവാണ്. വളരെ അടുത്തുനിന്ന് നോക്കുമ്പോൾ മനസ്സിലാകും അത് പ്രതിമ പോലെ നിൽക്കുന്ന ഒരു മനുഷ്യനാണെന്ന്. എക്സിബിഷൻ ഹാളിൽ നിന്നും അനൗൺസ്മെൻ്റ് മുഴങ്ങുന്നു. സുഹൃത്തുക്കളെ, ഇതാ ഞങ്ങളുടെ പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ്. ഈ പ്രദർശനശാലയിൽ നിങ്ങളേവരെയും വിസ്മയത്തിലാഴ്ത്തുന്ന ഒരു പ്രതിമയുണ്ട്. സുഹൃത്തുക്കളെ, കല്ലുകൊണ്ടോ മരം കൊണ്ടോ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടോ നിർമ്മിച്ചതല്ല. സഹോദരരെ, ഇതൊരു മനുഷ്യനാണ്. നിങ്ങളെയും എന്നെയും പോലെ ചോരയും നീരുമുള്ള മനുഷ്യൻ. പക്ഷേ പ്രതിമ പോലെ നിശ്ചലനായി നിൽക്കുന്ന ഈ മനുഷ്യൻ്റെ പ്രത്യേകത എന്തെന്നറിയണ്ടേ? ഇദ്ദേഹം ചിരിക്കാറില്ല. ആർക്കും ഇദ്ദേഹത്തെ ചിരിപ്പിക്കാനും കഴിയാറില്ല. നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാൻ 25 രൂപ വിലയുള്ള ഒരു ടിക്കറ്റ് എടുക്കാം. ഈ മനുഷ്യപ്രതിമ ചിരിക്കുകയാണെങ്കിൽ ചിരിപ്പിച്ച ആൾക്ക് 10,000 രൂപ സമ്മാനം നൽകുന്നതാണ്. ഈ അനൗൺസ്മെൻ്റ് സ്വരം താഴ്ത്തി പിന്നെയും മുഴങ്ങുന്നത് കേൾക്കാം. ഒരു പ്രത്യേകതരം ചലനങ്ങളുമായി 2 പേർ, പുഷ്കരനും ബാലഭാസ്കരനും, രംഗത്തേക്ക് വരുന്നു. 2 പേരും തല ചെരിച്ച് പ്രതിമയെയും അനന്തരം സദസ്സിനെയും വണങ്ങുന്നു. ഫലിത രൂപത്തിൽ മുഖാമുഖം നോക്കി ആംഗ്യങ്ങൾ കൊണ്ട് സംസാരിക്കുന്നു. പ്രതിമ ചിരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നു. പ്രതിമയ്ക്ക് ഒരു കുലുക്കവുമില്ല. പുഷ്കരൻ: ഡേയ് ബാലഭാസ്കര, ഇത് തന്നെയാണോ ഡേയ് പ്രതിമ? മനുഷ്യനാണേൽ ഇവൻ ചിരിക്കില്ലടേ. ബാലഭാസ്കരൻ പ്രതിമയെ സൂക്ഷിച്ചു നോക്കി: തന്നെ തന്നെ, നമുക്ക് അവനെ അങ്ങ് പൊക്കിയാലോ? പുഷ്കരൻ: ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷേ എന്തു കാര്യം? അവൻ മനുഷ്യനാണേൽ നാം പൊക്കിക്കൊണ്ടു പോകുമ്പോൾ നിലവിളിച്ചാലോ? ബാലഭാസ്കരൻ: എടേ പുഷ്കരാ, എനിക്കൊരു സംശയം, ഇതൊരു മനുഷ്യൻ തന്നെയാണോടേ? പുഷ്കരൻ പ്രതിമയെ ശ്രദ്ധിച്ച്: എനിക്കും അങ്ങനെ സംശയമുണ്ട്. ഇപ്പോൾ സകലതും ഡ്യൂപ്ലിക്കേറ്റാണല്ലോ. ഇരുവരും മന്ദം മന്ദം നടന്ന് പ്രതിമയെ സ്പർശിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അനൗൺസ്മെൻ്റ്: തുടരുത്, 2 അടി മാറി നിൽക്കുക. ബാലഭാസ്കരൻ ഞെട്ടി പിന്നോട്ട് മാറുന്നു. പുഷ്കരൻ ഒരു നിമിഷം അമ്പരന്ന് പ്രതിമയെ തന്നെ നോക്കുന്നു. പുഷ്കരൻ: ഡേയ്, ഈ പ്രതിമ തന്നെയാണോ ആ പറഞ്ഞത്? ബാലഭാസ്കരൻ ഞെട്ടലിൽ നിന്ന് ഉണർന്ന്: ഏയ്, അതാവാൻ വഴിയില്ല. പ്രതിമയ്ക്കരികിൽ ചെന്ന്: കുട്ടാ, ഗോപാലകൃഷ്ണ, സുശീല, സുധാകര, രാജേശ്വരി. പുഷ്കരൻ: മതി, നീ അവസാനം പറഞ്ഞത് ഒരു പെണ്ണിൻ്റെ പേരാ. പുഷ്കരൻ ബാലഭാസ്കരനരികിൽ ചെന്ന് ചെവിയിൽ: ഈ പേരൊക്കെ വിളിച്ചിട്ടും ഈ തെണ്ടിക്കൊരു കൂസലുമില്ലല്ലോടേ. ബാലഭാസ്കരൻ: ഈ പറഞ്ഞതൊന്നും ആയിരിക്കില്ല ഇവൻ്റെ പേര്. ആലോചിച്ച് ഏതായാലും വന്ന കാര്യം നേരെ ചൊവ്വേ അങ്ങ് പറയാമല്ലേ? പുഷ്കരൻ: അതാ നല്ലത്, താൻ തന്നെ അങ്ങ് പറ. ബാലഭാസ്കരൻ പ്രതിമയുടെ അടുത്ത് ചെന്ന്: ഞങ്ങളീ കളിച്ചതൊക്കെ തന്നെ ചിരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എൻ്റെ സത്യപാല, ഞങ്ങൾ കോമാളികളൊന്നുമല്ല. പുഷ്കരൻ പ്രതിമയോട്: എൻ്റെ പൊന്നിൻകുടമല്ലേ, ഒന്ന് ചിരിച്ചു താ, എന്നിട്ട് വേണം ഞങ്ങൾക്കൊരു ജീവിതം തുടങ്ങാൻ. ബാലഭാസ്കരൻ: ഈ 10,000 രൂപ ഞങ്ങൾക്ക് കിട്ടാൻ നീ ഒന്ന് ചിരിച്ചാൽ മാത്രം മതി. എൻ്റെ പ്രതിമ സഹോദര, ഒന്ന് ചിരിക്കൂ, ഒരിക്കൽ മാത്രം. 2 പേരും പ്രതീക്ഷയോടെ പ്രതിമയ്ക്ക് പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു പൊട്ടിച്ചിരി പശ്ചാത്തലത്തിൽ മുഴങ്ങുന്നു. അതവരുടെ തോന്നലാവാം. പൊട്ടിച്ചിരിയിൽ ലയിച്ച് ഇരുവരും ഒരു നിമിഷം നിൽക്കുന്നു. ബാലഭാസ്കരൻ മന്ദം പ്രതിമയെ സമീപിച്ച്: ഡേയ് പുഷ്കര, ആരാ ചിരിച്ചത്? പ്രതിമയാണോ? പ്രതിമയെ സമീപിക്കുന്നു. പ്രതിമ നിശ്ചലമാണ്. പ്രതിമയല്ലെന്ന് കണ്ട് പൊട്ടിക്കരയുന്നു. പ്രതിമയല്ലടേ. ബാലഭാസ്കരൻ കരച്ചിൽ നിർത്തുമ്പോൾ പുഷ്കരൻ കരയാൻ തുടങ്ങുന്നു. ബാലഭാസ്കരൻ: പുഷ്കരാ, എന്തടേ കരയുന്നത്? പുഷ്കരൻ: ഒരു ടോക്കന് 25 രൂപ, 2 ടോക്കന് 50 രൂപ. ഇന്നത്തെ ശാപ്പാടിൻ്റെ കാശ് പോയടേ. ഈ കാലമാടൻ ചിരിക്കുന്ന ലക്ഷണമില്ലടേ. അവർ അന്യോന്യം സമാധാനിപ്പിക്കുന്നു. പ്രതിമയുടെ അടുത്തു ചെന്ന് ബാലഭാസ്കരൻ: എടേ പ്രതിമേ, 10,000 ഞങ്ങൾക്ക് കിട്ടിയാൽ കമ്മീഷനായി 1,000 നിനക്ക് തരാൻ വേണ്ടേ. എന്താ, ചിരിച്ചൂടെ? പ്രതിമ അനങ്ങുന്നില്ല. ഒരു ബെൽ മുഴങ്ങുന്നു. ഈ ഷോയുടെ സമയം അവസാനിച്ചു.
ഇനി അരമണിക്കൂർ കഴിയുമ്പോൾ അടുത്ത ഷോ ആരംഭിക്കുന്നതാണ്. ദയവായി കാണികൾ ഹാളിൽ നിന്ന് പുറത്തു കടക്കുക. പശ്ചാത്തലത്തിൽ പഴയ ഒരു തമിഴ് ഗാനം ഉയരുന്നു. ഗാനത്തിൻ്റെ നേർത്ത അവസ്ഥയിൽ ബാലഭാസ്കരൻ: ഏതായാലും നമുക്കിവിടെ ഒളിച്ചിരിക്കാം. ഇവൻ പുറത്തിറങ്ങുമോ എന്നറിയാലോ. ഗാനത്തിൻ്റെ ശബ്ദം വീണ്ടും ഉയരുന്നു. ഇരുവരും മെല്ലെ ഒളിച്ചിരിക്കുന്നു. സർക്കസ് മാനേജർ ഹാളിൽ നടന്നു നോക്കുന്നു. പ്രതിമ ചലിക്കുന്നു. അവൻ്റെ മേൽവസ്ത്രങ്ങൾ മാറ്റുന്നു. താഴെയുള്ള വാട്ടർ ബോട്ടിലെടുത്ത് വെള്ളം കുടിക്കുന്നു. അയാൾ പോകാൻ തുടങ്ങുമ്പോൾ പിറകിൽ നിന്ന് പതുങ്ങി പതുങ്ങി നടന്നു വരുന്ന പുഷ്കരനും ബാലഭാസ്കരനും ഇരുവരും ചേർന്ന് പ്രതിമയെ തൊടാൻ ശ്രമിക്കുമ്പോൾ തലത്തിൽ നിന്ന് "തൊടരുത്" എന്ന ശബ്ദം. ഇരുവരും ഞെട്ടി. ഇപ്പോൾ തൊടരുത് എന്നാരോ വിളിച്ചു പറഞ്ഞതുപോലെ തോന്നിയല്ലേ. പ്രതിമ നിസ്സംഗമായി തിരിഞ്ഞു നിന്ന് അവരെ നോക്കുന്നു. പ്രതിമ: അനൗൺസർ ഭക്ഷണം കഴിക്കാൻ പോയി. ആരും വിളിച്ചു പറയില്ല. നിങ്ങളും പുറത്തേക്ക് പോകണം. പുഷ്കരൻ: മോനെ, നീ ഞങ്ങൾ പറയുന്നത് കേട്ടില്ലേ? ഒന്ന് ചിരിച്ച് ഞങ്ങളെ സഹായിക്കൂ. പ്രതിമ: അതിന് എനിക്ക് ചിരി വരണ്ടേ? ബാലഭാസ്കർ: രാഷ്ട്രീയക്കാരൊക്കെ ചിരിക്കുന്നില്ലേ? ആംഗ്യം കാട്ടി ദാ ഇങ്ങനെ. പ്രതിമ: അങ്ങനെ ചിരിക്കാൻ എനിക്കറിയില്ല. പുഷ്കരൻ: ഏതായാലും ഞങ്ങളുടെ കാശ് പോയി. എന്നാൽ ഒരു സംശയമെങ്കിലും തീരട്ടെ. താൻ ജന്മനാ ചിരിക്കാൻ അറിയാത്ത ഒരാളാണോ? പ്രതിമ മനസ്സു കൊടുക്കാതെ: എനിക്ക് പോകണം. ഞാൻ പോകട്ടെ. ബാലഭാസ്കർ: പറയടേ, താൻ ചെറുപ്പത്തിലേ ഇങ്ങനെയായിരുന്നോ? ഈ ചോദ്യം പ്രതിമയുടെ മനസ്സിനെ ഉലയ്ക്കുന്നു. അയാൾ ഓർമ്മയിലേക്ക് കടക്കുന്നു. ഇരുവരും പ്രതിമയെ തന്നെ മിഴിച്ചു നോക്കുന്നു. പ്രതിമ: എൻ്റെ ബാല്യകാലം. വെളിച്ചമണയുന്നു. വെളിച്ചം തെളിയുമ്പോൾ കുട്ടികളുടെ പൊട്ടിച്ചിരികൾ. അവർ ബലൂണുകളുമായി കളിച്ച് രസിച്ച് നടക്കുന്നു. ഒളിച്ചുകളി കളിക്കുന്ന കുറേ കുട്ടികൾ. കൂട്ടത്തിൽ മിനി എന്ന പെൺകുട്ടി എണ്ണുന്നു. പ്രതിമയായ കുട്ടി വിനയൻ മറ്റു കുട്ടികളോടൊപ്പം ഒളിക്കുന്നു. എണ്ണിക്കഴിഞ്ഞ ശേഷം പെൺകുട്ടി മറ്റുള്ളവരെ അന്വേഷിക്കുന്നു. ഓരോരുത്തരെയായി കണ്ടുപിടിച്ച് അച്ചു തൊടുന്നു. കുള്ളൻ വിനയനെ മാത്രം കാണുന്നില്ല. വിനയൻ മരങ്ങൾക്കിടയിലൂടെ ഓടിവന്ന് അച്ചു തൊടുന്നു. എല്ലാവരും ആർത്ത് ചിരിക്കുന്നു. കുള്ളന് ആഹ്ലാദം. കുട്ടികളെല്ലാം ചേർന്നൊരു ഗാനം ആലപിച്ച് ചുവടുവയ്ക്കുന്നു. ഗാനത്തിൻ്റെ അവസാനം ഒരു കുട്ടി കുള്ളൻ്റെ അരികിൽ നിന്ന് ഉയരമളക്കുന്നു. അടുത്ത കുട്ടിയും വന്ന് ഉയരമളക്കുന്നു. അടുത്ത കുട്ടിയും വന്ന് ഉയരമളക്കുന്നു. എല്ലാവരുടെയും മുഖത്ത് അത്ഭുതം. കുട്ടി: എടാ, ഇവന് നമ്മുടെ അത്രയൊന്നും ഉയരമില്ലെന്ന് ഇന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവന് നല്ലൊരു കുറ്റപ്പേരിടണം. ആലോചിക്കുന്നു. പെൺകുട്ടി ദയനീയമായി നോക്കുന്നു. കുട്ടി: കുള്ളൻ. കോറസ്: കുള്ളൻ, കുള്ളൻ വിനയൻ. കുള്ളൻ അവരെ അടിക്കാനായി കൈയോങ്ങുന്നു. ദൃശ്യം ഫ്രീസാവുന്നു. വിനയൻ്റെ ശബ്ദം പശ്ചാത്തലത്തിൽ: ആദ്യമായി എന്നെ കുള്ളനെന്ന് വിളിച്ചവരെ ഞാൻ അടിക്കാനൊരുങ്ങി. പക്ഷേ ക്ലാസ് മുറികളിലും വഴിയോരങ്ങളിലും അതെൻ്റെ മേൽ പിന്നെയും പിന്നെയും വീണുകൊണ്ടിരുന്നു. അപ്പോഴും ഒരു പെൺകുട്ടി എന്നെ ഇഷ്ടപ്പെട്ടിരുന്നു. വെളിച്ചമണയുന്നു. ദൃശ്യം തെളിയുമ്പോൾ രംഗത്ത് വിനയനും മിനിയും. വിനയൻ ദുഃഖിതനാണ്. മിനി ആശ്വസിപ്പിക്കുന്നു. മിനി: വിനുവിനെന്താ ഒരു ദുഃഖം? വിനയൻ: എന്താ മിനി എല്ലാവരും എന്നെ കളിയാക്കുന്നത്? ഞാൻ കുള്ളനായത് എൻ്റെ കുറ്റമാണോ മിനി? മിനി സഹതാപത്തോടെ അവനെ നോക്കുന്നു. മിനി: ഒക്കെ വിനുവിൻ്റെ തോന്നലാ. കുള്ളനായാലെന്താ? പാടാനും ചിത്രം വരയ്ക്കാനും ഒക്കെ അറിയില്ലേ വിനുവിന്? വിനയൻ: മിനിക്ക് എന്നോട് ഇഷ്ടമാണോ? മിനി: പിന്നെ വലിയ ഇഷ്ടാ. വിനുവിനെന്താ സംശയം? ആ വാക്കുകൾ അവനെ സന്തോഷിപ്പിക്കുന്നു. അവൾക്കും ആഹ്ലാദം. മിനി: പിന്നെ വിനു എന്നാ കോളേജിൽ ചേരുന്നത്? വിനയൻ: ഞാൻ നാളെ കോളേജിൽ ചേരാൻ പോകുവാ. അമ്മ എന്നെയും കൂട്ടി പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മിനി: അപ്പോൾ നാളെ കാണാം. വരട്ടെ. മിനി പോകുന്നു. മിനിയോട് എന്തോ പറയുവാൻ വിനു ശ്രമിക്കുന്നു. പിന്നെ വേണ്ടെന്ന് തീരുമാനിക്കുന്നു. അവൻ്റെ മുഖത്ത് കെടാത്ത ആഹ്ലാദം. വെളിച്ചമണയുന്നു. ദൃശ്യം തെളിയുമ്പോൾ ഒരു കോളേജിൻ്റെ അന്തരീക്ഷം. ജൂനിയർ വിദ്യാർത്ഥികളെ റാഗു ചെയ്യുന്ന സീനിയർ വിദ്യാർത്ഥികൾ. ചെറിയ തോതിലുള്ള റാഗിങ് ചിത്രീകരിക്കാം. അപ്പോൾ വിനയൻ കടന്നു വരുന്നു. സീനിയർ വിദ്യാർത്ഥികൾ അത്ഭുതത്തോടെ അവനെ നോക്കി നിൽക്കുന്നു. ഒരു വിദ്യാർത്ഥി അവൻ്റെ നടത്തത്തെ അനുകരിക്കുന്നു. സീനിയർ വിദ്യാർത്ഥി: ഇതാരാ? നഴ്സറിയിലേക്കുള്ള കുട്ടി എന്താ ഇവിടെ? സീനിയർ വിദ്യാർത്ഥി: പാവം, ഒരു പാൽക്കുപ്പി കൊണ്ടുവാ.
വല്ലാത്ത വിശപ്പായിരിക്കും മോന്. പരിഹാസച്ചിരികൾ. മറ്റു കുട്ടികൾ പാൽക്കുപ്പിയുടെ നിപ്പിൾ അവൻ്റെ വായോട് അടുപ്പിക്കുന്നു. ഓമേന തിങ്കൾ കീടാവോ എന്ന പരിഹാസ രൂപേണ പാടുന്നു. അവനെ താരാട്ടുന്നത് പോലെ അഭിനയിക്കുന്നു. പൊടുന്നനെ ഒരു വിദ്യാർത്ഥി അകലേക്ക് നോക്കുന്നു. വിദ്യാർത്ഥി: ദേ ഇവൻ്റെ തള്ള. മറ്റുള്ളവരെല്ലാം വിനയനെ താഴേക്കിട്ട് ഓടിപ്പോകുന്നു. വേദനയും അപമാനവും ഏറ്റുവാങ്ങിയ മുഖവുമായി വരുന്നു. ഓമന തിങ്കൾ കിടാവോ പശ്ചാത്തലത്തിൽ ശ്വാസസ്വരത്തിൽ ആലപിക്കുന്നു. വിനയൻ അമ്മയ്ക്കരികിലേക്ക് ചെന്ന് മാറത്ത് ചേർന്ന് ഏങ്ങിക്കരയുന്നു. അമ്മ: സാരമില്ല മോനെ, ക്ഷമിച്ചോളാം. വിനയൻ: അമ്മേ, ഞാൻ എന്നാണ് ഇനി വലുതാകുക? ഞാനും അവരെ പോലെ വലുതാവില്ലേ അമ്മേ? അവൻ്റെ ഗിൽഗതം സംഗീതമാകുന്നു. വെളിച്ചമണയുന്നു. പ്രകാശം പരക്കുമ്പോൾ ഒരു ജിംനേഷ്യത്തിൻ്റെ പരിസരം. എക്സസൈസ് ചെയ്യുന്ന കുറേ യുവാക്കൾ. പശ്ചാത്തലത്തിൽ ഒരു പത്രക്കുറിപ്പ് വായിക്കപ്പെടുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ താഴെ പറയുന്ന ബ്രാഞ്ചുകളിലേക്ക് എയർമാൻമാരെ ആവശ്യമുണ്ട്. യോഗ്യത SSLC. ഉയരം 17 സെൻറ്റിമീറ്റർ. തൂക്കം 60 കിലോഗ്രാം. നെഞ്ചളവ് 80-85 സെൻറ്റിമീറ്റർ. ഈ പത്രക്കുറിപ്പ് ഇംഗ്ലീഷിലും വായിക്കുന്നു. പ്രത്യേകമായ താളക്രമത്തിൽ വ്യായാമത്തിലേർപ്പെടുന്ന യുവാക്കൾ. അവിടേക്ക് ഓടിക്കടന്നു വരുന്ന വിനയൻ. അവനെ കണ്ട് എക്സസൈസ് നിർത്തുന്ന യുവാക്കൾ. കുള്ളനെന്താ പതിവില്ലാതെ ജിംനേഷ്യത്തിലേക്ക്? വല്ല പോലീസിലോ പട്ടാളത്തിലോ ചേരാൻ പ്ലാൻ ഉണ്ടോ? സകലരും പരിഹാസച്ചിരികളോടെ പുറത്തേക്ക്. ദുഃഖം ഘനീഭവിച്ച മുഖവുമായി നിൽക്കുമ്പോൾ വെളിച്ചമണയുന്നു. പ്രകാശം പരക്കുമ്പോൾ ഒരു പാറക്കല്ലിൽ തലയും താഴ്ത്തിയിരിക്കുന്ന വിനയൻ. ദൂരെ നിന്ന് വിനോ എന്ന ശബ്ദമുയരുന്നു. മിനിയുടെ ശബ്ദമാണതെന്ന് അവൻ മനസ്സിലാക്കുന്നു. മിനി വരുന്നു. അവളുടെ കയ്യിൽ ഒരു റോസാപ്പൂവ്. മിനി: വിനോ. വിനയൻ: എന്താ മിനി വൈകിയത്? മിനി: വീട്ടിൽ എന്തൊക്കെയോ പണികളുണ്ടായിരുന്നു. പിന്നെ പൂവ് കാണിച്ച്. ഈ പൂവ് വിനുവിനാ. എൻ്റെ റോസാച്ചെടിയിൽ ആദ്യമായി വിരിഞ്ഞ പൂവാ ഇത്. ദാ. വിനയൻ അത്യധികമായ സന്തോഷത്തോടെ പൂവ് വാങ്ങുന്നു. മണത്തു നോക്കുന്നു. മിനി മുഖമുയർത്താതെ നിൽക്കുന്നു. വിനയൻ: പിന്നെ എന്തൊക്കെയുണ്ട് മിനി വിശേഷങ്ങൾ? മിനി: ഒരു കാര്യം പറഞ്ഞാൽ വിനുവിന് വിഷമമുണ്ടാവുമോ? വിനയൻ: എന്താ കാര്യം? മിനി വിഷമത്തോടെ: അടുത്ത ആഴ്ച ഞാൻ നാട്ടിലേക്ക് പോവാ. അച്ഛന് ട്രാൻസ്ഫറായി. വിനയൻ ആഘാതമേറ്റതുപോലെ: മിനി പോയാൽ എപ്പോഴാ വരിക? മിനി ഗൽഗതത്തോടെ: എന്നെങ്കിലും ഒരിക്കൽ വരാം വിനുവിനെ കാണാൻ. പോട്ടെ. മിനി വിഷമത്തോടെ നടന്നു പോകുമ്പോൾ റോസാപ്പൂവിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ച് നിൽക്കുന്ന വിനയൻ. വെളിച്ചമണയുന്നു. പ്രകാശിതമാവുമ്പോൾ വിനയൻ ഒരു കടൽ തീരത്ത് കിടക്കുന്നു. സ്വപ്നം കാണുന്നു. സ്വപ്നത്തിൽ അമ്മ വന്ന് തലോടുന്നു. പൊടുന്നനെ അമ്മ മറയുന്നു. ഞെട്ടി ഉണരുന്നു. ദൂരെ നിന്ന് ആരോ വിനോ എന്ന് വിളിക്കുന്നു. ആദ്യം അത് മിനിയുടേതാണെന്ന് ധരിച്ചു നോക്കുന്നു. പക്ഷേ അതൊരു അപരിചിതൻ്റേതാണെന്ന് മനസ്സിലാവുമ്പോൾ അവൻ കടലിലേക്ക് കുതിക്കുന്നു. ഒരു അപരിചിതൻ, സർക്കസ് മുതലാളി, വന്ന് അവനെ രക്ഷിക്കുന്നു. വിനയൻ അമ്പരപ്പോടെ: നിങ്ങളാരാ? സർക്കസ് മുതലാളി: ശത്രുവല്ല. വിനയൻ: എന്നെ കാണാൻ വന്നത് എന്തിന്? മുതലാളി: കളിയാക്കാനല്ല, കളിയാക്കലുകളിൽ നിന്ന് രക്ഷിക്കാനാണ്. വിനയൻ: നിങ്ങൾ ദൈവമാണോ? മുതലാളി: ഒരു സർക്കസ് കമ്പനിയുടെ ദൈവം. വിനയൻ ഞെട്ടലോടെ: മുതലാളി: ശത്രുവല്ല, മിത്രമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വിനയൻ: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മുതലാളി: വിനയാ, നാട്ടുകാരുടെ പരിഹാസങ്ങൾക്ക് നടുവിൽ നീ ഇപ്പോഴേ ഒരു കോമാളിയായിരിക്കുന്നു. ഇനി സർക്കസ് കമ്പനിയിൽ ചേരാതെ നിനക്ക് രക്ഷയില്ല. ഒരു കൊച്ചുമുറിയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നതിലും ഭേദമല്ല വിശാലമായ സർക്കസ് കൂടാരത്തിൽ ആയിരങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക. പറയൂ. വിനയൻ: എൻ്റെ സങ്കല്പത്തിൽ എവിടെയും ഒരു കോമാളി ഉണ്ടായിരുന്നില്ല. മുതലാളി: സങ്കല്പവും യാഥാർത്ഥ്യവും തമ്മിൽ വലിയ അന്തരമുണ്ട് കുട്ടി. വരൂ, നിന്റെ വേഷമേതെന്ന് തിരിച്ചറിയോ? ഒന്നും സംസാരിക്കാനാവാതെ വിനയൻ നോക്കി നിൽക്കുന്നു. ഒടുവിൽ സർക്കസ് മുതലാളിക്കരികിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ വെളിച്ചമണയുന്നു. വെളിച്ചം തെളിയുമ്പോൾ കഥ പറഞ്ഞുകൊണ്ട് പഴയ സ്ഥലത്ത് നിൽക്കുന്ന വിനയനെ കാണാം. ബാലഭാസ്കരനും പുഷ്കരനും കഥ കേട്ട് കഴിഞ്ഞു. അവരുടെ മുഖത്ത് വിഷമം.
വിനയൻ പ്രതിമ. ഒടുവിൽ എൻ്റെ വേഷമേതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആയിരങ്ങളുടെ മുന്നിൽ കോമാളിയായി ഫലിതങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിച്ചു. ഒടുവിൽ ഞാൻ ചിരിക്കാതായി, വികാരാധീനനായി. അതേ മുതലാളിയുടെ പ്രദർശനശാലയിലെ ചിരിക്കാത്ത മനുഷ്യപ്രതിമയായി. ബാലാഭാസ്കരനും പുഷ്കരൻ ദുഃഖത്തോടെ അടുത്ത് ചെന്ന് കൈ പിടിച്ച് പറയുന്നു. ബാലാഭാസ്കരൻ: ഞങ്ങളോട് ക്ഷമിക്കണം, ഇനി ചിരിക്കണമെന്ന് ഞങ്ങൾ പറയില്ല. പുഷ്കരൻ: ഇനി ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ? വിനയൻ: ചോദിച്ചോളൂ. പുഷ്കരൻ: ചിരിക്കാൻ കഴിയാത്ത ഈ അവസ്ഥയിൽ ഒരു പ്രതിമയെപ്പോലെ നിശ്ചലനാവുമ്പോൾ താങ്കൾക്ക് മടുപ്പ് തോന്നുന്നില്ലേ? ഒരു നിമിഷം വിനയൻ ആലോചിക്കുന്നു. പിന്നെ മുന്നോട്ട് ചെന്ന് സദസ്സിനോടെന്ന പോലെ: വിനയൻ: ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നമ്മളിൽ ആർക്കാണ് നിഷ്കളങ്കമായി ചിരിക്കാൻ കഴിയുക? പുറത്ത് ബെൽ മുഴങ്ങുന്നു. വിനയൻ: സമയമായി, വരട്ടെ. എല്ലാവരെയും കൈകൂപ്പി വണങ്ങിക്കൊണ്ട് വിനയൻ പ്രതിമയുടെ പീഠത്തിൽ കയറുന്നു. പ്രതിമയുടെ വസ്ത്രങ്ങൾ ധരിക്കുന്നു. പുഷ്കരനും ബാലാഭാസ്കരനും നോക്കി നിൽക്കെ വിനയൻ നിശ്ചലമായ പ്രതിമയാകുന്നു. ദൃശ്യം ഫ്രീസ് ചെയ്യുന്നു. വിനയൻ്റെ ശബ്ദം പശ്ചാത്തലത്തിൽ മുഴങ്ങുന്നു. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നമ്മളിൽ ആർക്കാണ് നിഷ്കളങ്കമായി ചിരിക്കാൻ കഴിയുക? നാളെ ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരും ചിരിക്കാനറിയാത്ത മനുഷ്യപ്രതിമകളായി ചിത്രത്തിന് സ്ഥാനം പിടിക്കയില്ലെന്ന് ആർക്കറിയാം?